സംഖ്യാപുസ്തകം ബൈബിളിലെ ഈ നാലാമത്തെ പുസ്തകം മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിന്റെ പുറപ്പാടിന് ശേഷമുള്ള കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവം അവരെ സീനായി പർവ്വതത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ അവൻ അവരുമായി ഒരു ഉടമ്പടിയിലേക്ക് കടക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ മത്സരങ്ങൾക്കിടയിലും ദൈവം കൃപാലുവായി ഇസ്രായേലിന് ഒരു മാർഗം സമാഗമന കൂടാരത്തിൽ അവന്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ വസിക്കുവാനായി നൽകി. അങ്ങനെ സംഖ്യാപുസ്തകം ആരംഭിക്കുന്നത് ഇസ്രായേൽ അവരുടെ സീനായി പർവ്വതത്തിലെ ഒരു വർഷത്തെ വാസം അവസാനിപ്പിച്ച് മരുപ്രദേശത്തിലൂടെ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്കുള്ള യാത്രയോടെയാണ്. ഈ പുസ്തകത്തിലെ കഥയുടെ നീക്കം രൂപീകരിച്ചിരിക്കുന്നത് അവരുടെ യാത്രയുടെ ഘട്ടങ്ങൾക്ക് അനുസൃതമായാണ്. ആദ്യ ഭാഗം ആരംഭിക്കുന്നത് സീനായി പർവ്വതത്തിലാണ്. പിന്നീട് അവരുടെ യാത്ര പാരാൻ മരുപ്രദേശത്തിലേക്കാണ്. അവിടെ നിന്നും അവർ യാത്ര ചെയ്യുന്നത് മോവാബിന്റെ സമതല പ്രദേശത്തേക്കാണ്. അത് വാഗ്ദത്ത ദേശത്തിന്റെ നേരെ എതിർഭാഗത്താണ്. ആദ്യ ഭാഗം ആരംഭിക്കുന്നത് ഒരു ജനസംഖ്യാ കണക്കെടുപ്പോടെയാണ്. അതിൽ ജനങ്ങളെല്ലാം എണ്ണപ്പെട്ടു. അങ്ങനെയാണ് പുസ്തകത്തിന് ഈ പേര് ലഭിച്ചത്. അതിനുശേഷം ഇസ്രായേൽ ഗോത്രങ്ങളെ അവരുടെ പാളയത്തിൽ എങ്ങനെ ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് നിയമങ്ങളുണ്ട്. സമാഗമന കൂടാരം മധ്യത്തിലായിരിക്കണം. പിന്നീട് അതിനു ചുറ്റും പുരോഹിതന്മാരും ലേവ്യരും. ശേഷം അവരുടെ ചുറ്റുമായി 12 ഗോത്രങ്ങൾ. യഹൂദിയെ അവരുടെ തലവനായി ക്രമീകരിച്ചു. ഇപ്പോൾ ഇവയെല്ലാം എപ്രകാരമാണ് ദൈവത്തിന്റെ വിശുദ്ധ സാന്നിധ്യം ഒരു ജനതയെന്ന നിലയിലുള്ള അവരുടെ നിലനിൽപ്പിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നതെന്നതിന്റെ ഒരു വിശദീകരണ പ്രതീകമാണ്. തുടർന്ന് നിയമങ്ങളുടെ ഒരു പൂർണ്ണ പരമ്പരയാണ്. അവ ശുദ്ധീകരണ നിയമങ്ങളെ ലേവ്യ പുസ്തകത്തിൽ നിന്നും വിപുലീകരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ പോകുകയാണെങ്കിൽ എല്ലാ പ്രയത്നങ്ങളാലും കൂടാരം ശുദ്ധീകരിക്കണം. അത് ദൈവത്തിന്റെ വിശുദ്ധിയെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമായി തീരണം. അധ്യായം 10 ദൈവ സാന്നിധ്യത്തിന്റെ മേഘം സമാഗമന കൂടാരത്തിൽ നിന്നും ഉയർന്ന് ഇസ്രായേലിനെ സീനായിൽ നിന്നും അകലെയുള്ള മരുപ്രദേശത്തേക്ക് വഴി കാണിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് വഷളാകുന്നു. 11-ാം അധ്യായത്തിൽ ജനങ്ങൾ തങ്ങളുടെ വിശപ്പിനെയും ദാഹത്തെയും കുറിച്ചും അതിനാൽ അവർക്ക് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകണമെന്നും പരാതി പറയുന്നു. തുടർന്ന് 12-ാം അധ്യായത്തിൽ മോശയുടെ സ്വന്തം സഹോദരനും സഹോദരിയും എതിർത്തുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും മുൻപിൽ അവനെ കുറ്റപ്പെടുത്തുന്നു. ഈ യാത്ര ഒരു നല്ല തുടക്കത്തിലല്ലായിരുന്നു തുടങ്ങിയത്. അടുത്ത ഭാഗം ആരംഭിക്കുന്നത് ഇസ്രായേല്യർ പാരാൻ മരുഭൂമിയിൽ എത്തിച്ചേരുന്നതോടെയാണ്. ഇത് ഏകദേശം വാഗ്ദത്ത ദേശത്തേക്കുള്ള പകുതി വഴിക്ക് വെച്ചായിരുന്നു. ദൈവം മോശയോട് 12 ചാരന്മാരെ, അതായത് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ വാഗ്ദത്ത ദേശത്തെ ഒറ്റുനോക്കുവാൻ അവരെ അയക്കുവാൻ പറയുന്നു. ചാരന്മാർ എല്ലാവരും മടങ്ങി വന്നപ്പോൾ അതിൽ 10 പേർ ഇസ്രായേലിന് ആ ദേശത്ത് നിലനിൽക്കുവാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്നു. കാരണം കനാന്യർ അവരെ നശിപ്പിക്കും. എന്നാൽ 2 ചാരന്മാർ, കാലേബും യോശുവയും, ദൈവത്തിന് അവരെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് പറയുന്നു. എന്നാൽ ആ 10 പേർ ജനങ്ങളെ സ്വാധീനിച്ച് അവരിൽ ഭയമുളവാക്കി ഒരു ലഹളയ്ക്ക് പദ്ധതിയിടുന്നു. അവർ ഒരു പുതിയ നേതാവിനെ തലവനായി നിയമിച്ച് തിരികെ മിസ്രയീമിലേക്ക് പോകുവാൻ തുടങ്ങുന്നു. അതിനാൽ ദൈവം വളരെ കോപാകുലനാകുകയും മോശ ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. അവൻ ദൈവത്തോട് അബ്രഹാമിനോടുള്ള വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുവാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവം അതുപോലെ ചെയ്യുന്നു. എന്നാൽ ഇത് അവന്റെ നീതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുന്നതിലൂടെയല്ല. അവൻ ഇസ്രായേല്യർക്ക് അവർക്ക് വേണ്ടതുപോലെ തന്നെ നൽകുന്നു. വാഗ്ദത്ത ദേശത്തേക്ക് അവർക്ക് പോകേണ്ട. അങ്ങനെ ദൈവം ഈ തലമുറയെ 40 വർഷത്തേക്ക് മരുപ്രദേശത്ത് അവർ മരിക്കുന്നതുവരെ അലഞ്ഞു തിരിയുവാനായി അവരെ വിധിച്ചു. അവരുടെ മക്കൾക്ക് മാത്രം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ കഴിയും. ഇപ്പോൾ ഈ കഠിനമായ അനുഭവം അവരെ ഉണർത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത കഥയിൽ ലേവ്യരുടെ ഒരു മുഴുവൻ കൂട്ടം ഒരു മത്സരം ആരംഭിക്കുന്നുണ്ട്. അവർ മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ പരിധിക്ക് അപ്പുറം കടന്നു എന്ന് പരാതിപ്പെട്ടു. അതുകൊണ്ട് ദൈവം ഈ ലേവ്യരോട് വളരെ കഠിനമായി ഇടപെടുകയും ഇസ്രായേലിന്റെ നേതാക്കന്മാർ എന്ന മോശയുടെയും അഹരോന്റെയും പ്രതിബദ്ധതയെ പുതുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ പാരാൻ പ്രദേശം വിട്ട് യാത്ര തുടരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും വഷളാകുന്നു. ഇസ്രായേലർ അവരുടെ ദാഹത്തെക്കുറിച്ച് പരാതി പറയുവാൻ വീണ്ടും തുടങ്ങുന്നു. അവർ മോശയോട് എന്ത് കണ്ടുകൊണ്ടാണ് തങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അതുകൊണ്ട് ദൈവം മോശയോട് ഒരു പാറയോട് സംസാരിച്ച് അതിൽ നിന്നും വെള്ളം എല്ലാ ജനത്തിനും കൊണ്ടുവരുവാൻ കൽപ്പിക്കുന്നു. എന്നാൽ മോശ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. അവൻ തന്റെ അതിരുകളെ മറികടക്കുന്നു. അവൻ 2 പ്രാവശ്യം പാറയെ അടിച്ചുകൊണ്ട് പറയുന്നു, മത്സരികളെ, ഈ പാറയിൽ നിന്നും ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശെ തന്നെത്താൻ ദൈവത്തിന്റെ സ്ഥാനമെടുത്തുകൊണ്ട് അവനാണ് വെള്ളത്തെ പുറപ്പെടുവിച്ചത് എന്ന് കരുതി ദൈവത്തെ അപമാനിക്കുന്നു. അങ്ങനെ മോശയും തന്നിലേക്ക് മരുപ്രദേശത്തിലെ തലമുറയുടെ അതേ വിധിയെ കൊണ്ടുവരുത്തുന്നു. അവനും മരുപ്രദേശത്ത് മരിച്ച് ഒരിക്കലും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ കഴിയില്ല. അതിനുശേഷം ഇസ്രായേലർ വീണ്ടും മത്സരിക്കുന്നു. ദൈവം അവരുടെ മേൽ വിചിത്രമായ ഒരു ന്യായവിധി കൊണ്ടുവരുന്നു. വിഷപ്പാമ്പുകൾ വന്ന് ജനത്തെ കടിക്കുന്നു. അങ്ങനെ മോശ വീണ്ടും ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അപ്പോൾ ദൈവം മോശയോട് ഇപ്രകാരം ചെയ്യുവാൻ പറയുന്നു. ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുവാൻ പറഞ്ഞു. ഈ പാമ്പിനെ നോക്കുന്ന എല്ലാവർക്കും വിഷപ്പാമ്പിന്റെ കടിയിൽ നിന്നും സൗഖ്യമുണ്ടാകും. ഇത് വളരെ വിചിത്രമായ ഒരു പ്രതീകമാണ്. എന്നാൽ ഇത് ദൈവം തന്റെ ഉടമ്പടിയിൽ വിശ്വസ്തനായിരിക്കുന്നതിന്റെ വെല്ലുവിളിയെ കാണിക്കുന്നു. ഇസ്രായേലിന്റെ തിന്മയ്ക്കും പാപത്തിനും മേൽ നീതി കൊണ്ടുവരുന്നതിൽ
അവൻ ശരിയായ കാര്യമാണ് ചെയ്തത്. എന്നാൽ ദൈവത്തിന്റെ നീതി പോലും സൗഖ്യത്തിനായി ദൈവത്തെ നോക്കുന്നവർക്ക് ജീവന്റെ സ്രോതസ്സായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ നിന്ന് മോവാബിന്റെ സമതല പ്രദേശത്തേക്ക് ജനം നീങ്ങുന്നു. ഈ വിഭാഗത്തിലെ ആദ്യ പ്രധാന ഭാഗം കേന്ദ്രീകരിക്കുന്നത് ഒരു വിചിത്ര കഥാപാത്രമായ ബിലയാമിനെയാണ്. മോവാബ് രാജാവ് തന്റെ ദേശത്തുകൂടി സഞ്ചരിക്കുന്ന ഈ വലിയ ജനക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടുന്നു. അതിനാൽ അവൻ ഒരു മന്ത്രവാദിയായിരുന്ന ബിലയാമിനെ ഇസ്രായേലിനെ ശപിക്കുവാനായി വരുത്തുന്നു. 3 വ്യത്യസ്ത സമയങ്ങളിൽ ബിലയാമിന് അവരെ ശപിക്കുവാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. അവന് അനുഗ്രഹം മാത്രമേ ഇസ്രായേലിന്റെ മേൽ ഉച്ചരിക്കുവാൻ കഴിയുന്നുള്ളൂ. ഉൽപ്പത്തി 12 അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഒന്ന് ഓർക്കുക. ബിലയാമിന് ഇസ്രായേലിനെ ശപിക്കുവാൻ കഴിയുന്നില്ല എന്നു മാത്രമല്ല, മറിച്ച് ദൈവം അവനൊരു ദർശനവും കൊടുക്കുന്നു. ഒരു ഭാവി ഇസ്രായേൽ രാജാവ് ഒരു ദിവസം ദൈവത്തിന്റെ നീതിയെ സകല രാഷ്ട്രങ്ങളുടെ മേലും കൊണ്ടുവരുമെന്ന്. ഈ ദർശനം യാക്കോബിന്റെ യഹൂദയോടുള്ള വാഗ്ദത്തത്തെ അനുസ്മരിക്കുന്നു. ഇത് ഉൽപ്പത്തി 49 അധ്യായത്തിൽ കാണുവാൻ കഴിയും. ഇപ്പോൾ പുസ്തകത്തിന്റെ ഇതുവരെയുള്ള ഒഴുക്കിനെക്കുറിച്ച് ഒന്ന് നിർത്തി ചിന്തിക്കേണ്ടതുണ്ട്. മരുപ്രദേശത്തെ മത്സരകഥകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നയിക്കുകയും അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം ന്യായവിധിയുടെ പ്രവൃത്തികൾ ഇസ്രായേലിന്റെ മേൽ അല്പം കൊണ്ടുവരുമ്പോൾ തന്നെ അവൻ ദയയും കാണിച്ചുകൊണ്ടേയിരുന്നു. വഴിയാത്രയിൽ അവൻ അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ബിലയാമിന്റെ കഥ ദൈവത്തിന്റെ കൃപയുടെ മനോഹാരിതയെ കാണിക്കുന്നു. കാരണം ഇസ്രായേൽ താഴെ കൂടാരത്തിൽ പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കുന്നിന്റെ മുകളിൽ അവർ പോലും അറിയാതെ ദൈവം അവരെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ മത്സരത്തിനും ദൈവത്തിന്റെ മരുപ്രദേശത്തിലുള്ള വിശ്വസ്തതയും തമ്മിലുള്ള ഈ വ്യത്യാസമാണ് ഈ കഥകളെ തുടർന്നുള്ള ഇസ്രായേൽ തലമുറകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാക്കി തീർത്തത്. മരുപ്രദേശ കഥകൾ വീണ്ടും പിൽക്കാല പ്രവാചകന്മാരും കവികളും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ പോലും ആവർത്തിച്ചു പറയുന്നു. ഈ കഥകൾ എല്ലായ്പ്പോഴും ഒരു മുന്നറിയിപ്പായി നിൽക്കുന്നു. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ തന്നെ അവൻ തന്റെ ജനങ്ങളെ അകന്നുമാറി മത്സരിച്ച് അതിന്റെ പരിണാമങ്ങളെ അഭിമുഖീകരിക്കുവാനും അനുവദിക്കും. ഇതിനുശേഷം പുസ്തകത്തിന്റെ തുടർന്നുള്ള ഭാഗം കേന്ദ്രീകരിക്കുന്നത് മരുപ്രദേശ തലമുറയിലെ മക്കളിലേക്കാണ്. അവർ വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ തയ്യാറെടുക്കുന്നു. അവർ പുതിയ തലമുറയുടെ മറ്റൊരു ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നു. അങ്ങനെ അവർ പോയി അവർക്ക് ചുറ്റുമുള്ള ഒരുപറ്റം ജനങ്ങളുടെ സംഘങ്ങളുമായി ഒരു കൂട്ടം യുദ്ധങ്ങൾ ജയിക്കുന്നു. തുടർന്ന് ചില ഗോത്രക്കാർ വാഗ്ദത്ത ദേശത്ത് താമസിക്കുവാനും ആരംഭിക്കുന്നു. അങ്ങനെ പുസ്തകം അവസാനിക്കുന്നത് പുതിയ തലമുറ ദേശത്ത് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്നതോടെയാണ്. അപ്പോൾ തന്നെ മോശ തന്റെ ജ്ഞാനത്തിന്റെ അവസാന വാക്കുകളും മുന്നറിയിപ്പുകളും നൽകുവാൻ പോകുന്നു. എന്നാൽ ഇപ്പോൾ ഇതാണ് സംഖ്യാപുസ്തകത്തിന്റെ ഉള്ളടക്കം.